ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്രൊഡക്റ്റ് പരിചയപ്പെടുന്നതിന് മുമ്പ് നമ്മൾ കോവിഡിൻ്റെ ഏറ്റവും ഒരു ടിപ്പിക്കൽ സിറ്റുവേഷനിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മളെ സംരക്ഷിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം നമ്മളുടെ യാത്രകളും കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക, വീട്ടിൽ തന്നെ ഇരിക്കാൻ ശ്രമിക്കുക, മറ്റുള്ളവരുമായിട്ടുള്ള അടുപ്പവും കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെയൊക്കെ കുറച്ച് ദിവസത്തേക്ക് നമ്മളൊന്ന് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ കോവിഡിൽ നിന്ന് നമുക്ക് മുക്തി നേടി വീണ്ടും നമ്മുടെ ആ പഴയ ഒരു നല്ല ലൈഫിലേക്ക് തിരിച്ചു വരാൻ സാധിക്കും. അപ്പോൾ മാക്സിമം അകലം പാലിക്കുക, കൈകൾ കഴുകുക, എല്ലാവരും വീട്ടിൽ സുരക്ഷിതരായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രൊഡക്റ്റ് പരിചയപ്പെടാം. നമ്മളുടെ ചാനലിൽ നമ്മൾ വിവോയുടെ എല്ലാ പ്രൊഡക്റ്റുകൾ ഇറങ്ങുമ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് വിവോയുടെ V21 പറ്റിയുള്ളൊരു വീഡിയോ ആണ്. വിവോയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡിവൈസാണ് ഈ V21 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വിവോ V20 അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പല മോഡലുകളും നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ വിവോ V20യെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് V20 ആയിട്ട് ഈ ഒരു മോഡലിനെ കമ്പയർ ചെയ്യണമെങ്കിൽ വീഡിയോ നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമുക്ക് ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്യാം. ഈ ബോക്സിനകത്ത് എന്തൊക്കെയാണുള്ളതെന്ന് നോക്കാം. V20 സീരീസിലെ V21 വരുമ്പോൾ വിവോയുടെ ഒരു ബ്രാൻഡിങ് മുകളിലായി കൊടുത്തിരിക്കുന്നത് V21 സൂചിപ്പിക്കുന്ന ഒരു ബ്രാൻഡിങ് ഏറ്റവും സെൻട്രലായി കൊടുത്തിരിക്കുന്നത്. ഇതൊരു 5G ഡിവൈസ് ആയതുകൊണ്ട് തന്നെ 5G എന്നുള്ളൊരു ബ്രാൻഡിങ് ഏറ്റവും താഴെ കൊടുത്തിരിക്കുന്നു. പിന്നെ സൈഡിലേക്ക് വരുമ്പോൾ വിവോ IPLൻ്റെ ടൈറ്റിൽ സ്പോൺസറാണ്, അതിനെ സൂചിപ്പിക്കുന്ന വിവോ IPLൻ്റെ ഒരു ലോഗോ കൊടുത്തിരിക്കുന്നു. പിന്നെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ V21 ബ്രാൻഡിങ് ഫോണിനെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽ ആണ്. ഇതൊരു മെയ്ഡ് ഇൻ ഇന്ത്യ ഫോണാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്യാം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഏറ്റവും മുകളിലായി തന്നെ ഫോണിനെ ക്രമീകരിച്ചിരിക്കുന്നു. ഫോണിനെ തൽക്കാലം മാറ്റി വെക്കുന്നു. പിന്നീട് ബോക്സിലേക്ക് വരുമ്പോൾ ഈ ഫോണിപ്പോൾ ഉള്ളത് പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ടെക്നിക്കൽ ഡീറ്റെയിൽസാണ്. അതുപോലെ തന്നെ ഒരു സിം സെക്ഷൻ പിന്നുണ്ട്. പിന്നീട് വാറണ്ടി പേപ്പറുകളാണ് ഉള്ളത്. പിന്നീട് എല്ലാ വിവോ ഫോണുകളുടെയും കൂടെ ലഭിക്കുന്ന പോലെ തന്നെയുള്ള അത്യാവശ്യം നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു കവർ കൂടി ഈ ഒരു മോഡലിനിപ്പോൾ ലഭിക്കുന്നുണ്ട്. ഒരു പ്ലാസ്റ്റിക് കവറാണ്. അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു കവർ തന്നെയാണ് ഈ ഫോണിനൊപ്പം വിവോ നമുക്ക് തരുന്നത്. പിന്നീട് ഫോണിൻ്റെ ഒപ്പം നമുക്ക് ലഭിക്കുന്നത് വിവോ ഫ്ലാഷ് ചാർജ് 2.0 ഒരു ഫാസ്റ്റ് ചാർജറാണ്. മുൻകാല മോഡലുകളെ പോലെ തന്നെ അത്യാവശ്യം വിവോയുടെ എല്ലാ ഒരു 20,000 എബോവ് വരുന്ന എല്ലാ ഫോണിനൊപ്പം ഈ ഒരു ഫ്ലാഷ് ചാർജ് 2.0 ലഭിക്കുന്നുണ്ട്. അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഫാസ്റ്റ് ചാർജറാണ്. പിന്നീട് ഈ ബോക്സിനകത്തുള്ളത് ഒരു USB to USB-C ഒരു ചാർജിങ് കേബിളാണ്. പിന്നീട് ഈ ഫോണിനൊപ്പം V21 വരുമ്പോഴും ഒരു ഹെഡ്ഫോൺ നിലനിർത്തിയിരിക്കുന്നത് 3.5mm ഹെഡ്ഫോണാണ്. അപ്പോൾ ഒരു ഹെഡ്ഫോൺ നിലനിർത്തിയിരിക്കുന്നത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നീട് ഈ ബോക്സിനുള്ളപ്പോൾ ഉള്ളത് കഴിഞ്ഞ V20 നമുക്ക് ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ചാർജിങ് ഒരു 3.5mm പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു മോഡലിനൊപ്പം ആ ഒരു പോർട്ടില്ല, അതിന് പകരമായിട്ട് ഒരു അഡാപ്റ്ററാണ് ഈ ഒരു ഫോണിനൊപ്പം ലഭിക്കുന്നത്. സോ ഫൈനലി ഇതാണ് വിവോയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ഡിവൈസ് ആയിട്ടുള്ള V21 എന്ന് പറയുന്ന മോഡൽ. അത്യാവശ്യം നല്ലൊരു സ്ലിം ആയിട്ടുള്ള ഒരു ഡിസൈനിൽ തന്നെയാണ് ഈ ഒരു മോഡൽ നിർമ്മിച്ചിരിക്കുന്നത്. ഒരു ഡസ്റ്റ് ബ്ലൂ എന്ന് പറയുന്ന ഒരു കളർ വേരിയൻ്റ് ആണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നല്ല സ്ലിം ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ഡിസൈനിങ് തന്നെയാണ് ഈ ഒരു ഫോണിൽ വിവോ കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു വാട്ടർ ഡ്രോപ്പ് ഡിസൈനിലാണ് ഇതിൻ്റെ ഫ്രണ്ടിലെ സെൽഫി ക്യാമറ ക്രമീകരിച്ചിരിക്കുന്നത്. നല്ലൊരു സ്ലിം ആയിട്ടുള്ള ഒരു അലുമിനിയം കവറോട് കൂടിയിട്ടുള്ള ഒരു ഡിസൈനാണ് ഈ ഒരു V21 വരുമ്പോൾ വിവോ നമുക്ക് തരുന്നത്. V20 നിന്നും വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടെ ഒരു യുണീക്ക് ഡിസൈനിലേക്ക് വന്ന് കുറച്ചുകൂടെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഫിനിഷിൽ തന്നെയാണ് ഈ V21 നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് V21 ഡിസ്പ്ലേയുടെ ഡീറ്റെയിലുകൾ കൂടുതൽ ഇതിൻ്റെ സ്പെസിഫിക്കേഷന് കാര്യങ്ങളെല്ലാം നമുക്ക് കണ്ടു മനസ്സിലാക്കാം. V21 ഡിസ്പ്ലേ ഓൺ ചെയ്യുമ്പോൾ തന്നെ 6.44 ഇഞ്ച് AMOLED HDR 10+ ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. 500 nits ആണ് ഇതിൻ്റെ മാക്സിമം ബ്രൈറ്റ്നസ് കപ്പാസിറ്റി വരുന്നത്. അതുപോലെ തന്നെ 1080x2400 പിക്സൽസ് ആണ് ഈ ഫോണിൻ്റെ റെസൊല്യൂഷനായിട്ട് വരുന്നത്. 409 ppi ആണ് ഇതിൻ്റെ ഡെൻസിറ്റി വരുന്നത്. പിന്നീട് ഫോണിൻ്റെ വെയിറ്റിനെ കുറിച്ച് പറയുമ്പോൾ 176 ഗ്രാം മാത്രമാണ് ഈ ഫോണിൻ്റെ വെയിറ്റ് വരുന്നത്. 7.29mm ആണ് ഇതിൻ്റെ തിക്നെസ് വരുന്നത്. വളരെ സ്ലിം ആയിട്ടുള്ള ഡിസൈനാണ് വിവോ E21 വരുമ്പോൾ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. നമ്മുടെ കയ്യിൽ ഹോൾഡ് ചെയ്യാൻ തന്നെ വളരെ ഈസി ആയിട്ടുള്ള ഒരു ഡിസൈൻ പാറ്റേൺ തന്നെയാണ് V21 വിവോ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഫോണിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് തന്നെ വോളിയം റോക്കേഴ്സും പവർ ബട്ടണും കൊടുത്തിരിക്കുന്നു. ഫോണിൻ്റെ ഏറ്റവും മുകളിലായി ഒരു മൈക്ക് പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫോണിൻ്റെ താഴേക്ക് വരുമ്പോൾ ഒരു സ്പീക്കർ സിസ്റ്റവും അതിന് സെൻട്രലായിട്ട് സി പോർട്ട് ചാർജിങ്ങിനായിട്ടും അതുപോലെ തന്നെ ഹെഡ്ഫോൺ യൂസ് ചെയ്യാനുള്ള ഒരു പോർട്ടാണ് സെൻട്രൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിന് സൈഡിലേക്ക് വരുമ്പോൾ ഒരു മൈക്കും അതിന് തൊട്ടടുത്തായി തന്നെയാണ് 2 സിം ഇടുന്നതിനുള്ള സിം പോർട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നീട് ഫോണിൻ്റെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ 3 ക്യാമറകളാണ് ഈ ഒരു V21 അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. പിന്നീട് തൊട്ട് താഴെയായി തന്നെ ലെഫ്റ്റ് സൈഡിൽ ഒരു ഫ്ലാഷ് ലൈറ്റും കൊടുത്തിരിക്കുന്നു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്യാമറയാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്.
അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനോട് കൂടി തന്നെയാണ് ഈ ഒരു ക്യാമറകൾ V21ലേക്ക് വരുമ്പോൾ നമ്മുടെ കൈകളിലേക്ക് ലഭിക്കുന്നത്. ബാക്ക് സൈഡിൽ ഒരു ഗ്ലാസ് പാനൽ മെറ്റീരിയലാണ്, ഒരു സ്ലിം ആയിട്ടുള്ള ഒരു ഫ്ലാറ്റ് ഡിസൈനിൽ തന്നെയാണ് വിവോ ഈ ഒരു ഫോണിനെ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ഏറ്റവും താഴെ വിവോയുടെ ഒരു ബ്രാൻഡിംഗ് ഉണ്ട്. ഒരു ഗ്ലാസ് പാനൽ മെറ്റീരിയലാണെങ്കിൽ കൂടി അതുപോലെ തന്നെ ഒരു കയ്യിലെ ഫിംഗർ പ്രിൻ്റ് ഒന്നും പതിയാത്ത രീതിയിൽ ഒരു മാറ്റ് ഫിനിഷോട് കൂടി തന്നെ ഈ ഒരു ഫോണിനെ നിർമ്മിച്ചിരിക്കുന്നതുകൊണ്ട് കവർ ഇല്ലാതെ യൂസ് ചെയ്താലും അത്യാവശ്യം നല്ലൊരു ഡ്യൂറബിലിറ്റി ഒരു ഡേയിൽ നമുക്ക് ഈസി ആയിട്ട് അത്യാവശ്യം നമ്മുടെ കയ്യിലെ ഡസ്റ്റോ കാര്യങ്ങളൊന്നും പറ്റാതെ തന്നെ നമുക്ക് ഈ ഫോണിനെ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ സൈഡ് പാനൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു അലുമിനിയം മെറ്റീരിയൽ കൊണ്ടാണ് ഓവറോൾ ഒരു ഫോണിൻ്റെ ഒരു പ്രീമിയം ലുക്ക് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഡിസൈൻ തന്നെയാണ് സൈഡിൽ ഈ ഫോണിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. V21ൽ ആൻഡ്രോയിഡിൻ്റെ 11th വേർഷനായിട്ടുള്ള ഫൺ ടച്ച് 11.1 ആണ് ഇതിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ചിപ്സെറ്റിനെ കുറിച്ച് പറയുമ്പോൾ മീഡിയടെക് ഡൈമെൻസിറ്റി 800U 5G 7nm ചിപ്സെറ്റുകളാണ് ഈ ഫോണിൽ നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ CPU വരുമ്പോൾ ഒരു ഒക്ടാകോർ പ്രോസസ്സറുമാണ് ഈ ഫോണിൽ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഒക്ടാകോർ പ്രോസസ്സർ അതുപോലെ തന്നെ ഡൈമെൻസിറ്റി 800U 5G 7nm ചിപ്സെറ്റോട് കൂടി ചേരുമ്പോഴേക്കും നല്ലൊരു ബെറ്റർ പെർഫോമൻസ് അതുപോലെ തന്നെ 90 Hz റിഫ്രഷിംഗ് റേറ്റോട് കൂടി ചേരുമ്പോഴത്തേക്കും എന്തുകൊണ്ടും നമുക്ക് ധൈര്യമായിട്ടും ഗെയിമിങ്ങിലും അതുപോലെ തന്നെ മറ്റ് ആപ്ലിക്കേഷനിൽ യൂസ് ചെയ്യുമ്പോഴും വളരെ സ്മൂത്ത് ആയിട്ടുള്ള പെർഫോമൻസ് തന്നെയായിരിക്കും ഈ V21ൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. 4000 mAh ആണ് ഈ ഫോണിൻ്റെ ബാറ്ററി കപ്പാസിറ്റി വരുന്നത്. 33 വാട്ട്സിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് ഓപ്ഷനാണ് ഈ ഫോണിനപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു 30 മിനിറ്റ് കൊണ്ട് 63% ബാറ്ററി ചാർജ് ചെയ്യാൻ സാധിക്കുമെന്നാണ് V21ൽ കമ്പനി അവകാശപ്പെടുന്നത്. ഒരു 20% ചാർജോട് കൂടിയായിരുന്നു ഈ ഫോൺ എനിക്ക് ലഭിച്ചത്. ഞാനൊരു 30 മിനിറ്റ്സിൽ താഴെ സമയം കൊണ്ട് തന്നെ ഈ പറഞ്ഞ 100% ചാർജും എനിക്ക് ചെയ്യാൻ സാധിച്ചു. അത് എന്തുകൊണ്ട് നല്ലൊരു പെർഫോമൻസ് തന്നെയാണ്. V20 വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് തന്നെ ഈ ഫോണിനെ നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ V21ലേക്ക് വരുമ്പോൾ V20 ഒരു 4G ഫോൺ ആയിരുന്നെങ്കിൽ V21ലേക്ക് വന്നപ്പോൾ ഒരു 5G ഫോണാണ്. ഞാൻ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഒരു 5G ഫോണാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇനിയും നെക്സ്റ്റ് ഒരു 2022ലേക്ക് അല്ലെങ്കിൽ ഈ 21 അവസാനിക്കുമ്പോഴേക്കും മേ ബി ഒരു 5G നെറ്റ്വർക്കിംഗ് ആയിരിക്കും ഓൾ ഇന്ത്യ വരാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 5G സപ്പോർട്ടോടുകൂടി തന്നെയാണ് ഈ ഒരു V21 വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഗ്രേഡിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ ധൈര്യമായിട്ടും ഈ ഒരു V21 മേടിക്കാൻ സാധിക്കുന്നതാണ്. കാരണം ഇപ്പോൾ ഇനി ഒരു 5Gയുടെ ഒരു കാലഘട്ടമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ആ തരത്തിലും V21 നമുക്ക് ധൈര്യമായിട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നമുക്ക് 4G എനേബിൾഡ് ആയിട്ടുള്ള 2 സിമ്മുകൾ ഓപ്ഷനായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫോണിൻ്റെ സെക്യൂരിറ്റിയിലേക്ക് വരുമ്പോൾ ഫേസ് ഐഡി റെക്കഗ്നിഷനും ഫിംഗർ പ്രിൻറ്റ് സെൻസറുമാണ് ഈ ഫോണിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഓവറോൾ ഈ ഫോണിൻ്റെ ഒരു ഡീറ്റെയിൽ കാര്യങ്ങൾ നമ്മൾ കണ്ട് മനസ്സിലാക്കിയിരിക്കുന്നു. ഇനി നമ്മൾ കാണാൻ പോകുന്ന ഈ ഫോണിൻ്റെ ക്യാമറയെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ആണ്. വിവോയുടെ എല്ലാ ഫോണുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ ക്യാമറ തന്നെയാണ്. അപ്പോൾ ബാക്കിലെ 3 ക്യാമറകളെ പറ്റിയും അതുപോലെ തന്നെ ഫ്രണ്ടിലെ സെൽഫി ക്യാമറകളെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽ ആണ് നമ്മളിനി കണ്ട് മനസ്സിലാക്കാൻ പോകുന്നത്. V21ൽ ബാക്ക് സൈഡിൽ 3 ക്യാമറകൾ കൊടുത്തിരിക്കുന്നു. 64 മെഗാ പിക്സലാണ് ഇതിൻ്റെ മെയിൻ ക്യാമറ വരുന്നത്. ഒരു 26mm 1.8 അപ്പർച്ചർ വരുന്ന ഒരു ലെൻസാണ് മെയിൻ ക്യാമറയിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു മെയിൻ ക്യാമറയുടെ പ്രത്യേകത ഒരു ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനോട് കൂടി ഒരു 4 ആക്സിസ് ഗിംബൽ സ്റ്റെബിലൈസേഷനോട് കൂടിയാണ് വിവോ ഈ ഫോണിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു സ്റ്റെബിലൈസേഷൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കണ്ട് മനസ്സിലാക്കാം. അതുപോലെ തന്നെ രണ്ടാമതൊരു ക്യാമറ കൊടുത്തിരിക്കുന്നത് ഒരു അൾട്രാ വൈഡ് ക്യാമറയാണ്. അതുപോലെ തന്നെ ബോക്കെ എഫക്റ്റും ഈ ഒരു ക്യാമറയിൽ തന്നെയാണ് വിവോ കൊണ്ടുവന്നിരിക്കുന്നത്. നേരത്തെ V20യിൽ വന്നിരുന്നപ്പോൾ അതിൽ ഒരു വ്യത്യസ്തമായിട്ട് ഒരു ക്യാമറ കൂടി ഉണ്ടെങ്കിൽ ഈ ഒരു V21ലേക്ക് വന്നപ്പോഴേക്കും 8 മെഗാ പിക്സലിൻ്റെ ക്യാമറയിൽ അൾട്രാ വൈഡ് അതുപോലെ തന്നെ ബോക്കെ എഫക്റ്റോട് കൂടി തന്നെ ഒരു സിംഗിൾ ക്യാമറ ആയിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. പിന്നെ മൂന്നാമതൊരു ക്യാമറ കൊടുത്തിരിക്കുന്നത് 2 മെഗാ പിക്സൽ മാക്രോ ക്യാമറയാണ്. f2.4 ആണ് അതിൻ്റെ അപ്പർച്ചർ വരുന്നത്. അപ്പോൾ ബാക്ക് സൈഡിലെ 3 ക്യാമറകളാണ് നമ്മൾ കണ്ടത്. ഇനി ഫ്രണ്ടിലെ നമ്മൾ സെൽഫി ക്യാമറയെ കൂട്ടി മനസ്സിലാക്കാൻ പോകുന്നു. 44 മെഗാ പിക്സൽ f2.0 ആണ് ഇതിൻ്റെ അപ്പർച്ചർ വരുന്നത്. ഒരു വൈഡ് ആംഗിൾ ലെൻസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിലെ സെൽഫി ക്യാമറയും അതുപോലെ തന്നെ ബാക്കിലെ ക്യാമറകളെ ഡീറ്റെയിൽ നമ്മൾ കണ്ട് മനസ്സിലാക്കി. അപ്പോൾ നമ്മളിനിയും മനസ്സിലാക്കാൻ പോകുന്ന ഈ ഒരു ഫോണിൻ്റെ 3 ക്യാമറ, ബാക്കിലെ 3 ക്യാമറ അതുപോലെ തന്നെ ഫ്രണ്ടിലെ സെൽഫി ക്യാമറയുടെ ക്വാളിറ്റിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. വീഡിയോ കണ്ട് നമുക്ക് തിരിച്ചു വരാം. ഇപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഇതിൻ്റെ മെയിൻ ക്യാമറ 64 മെഗാ പിക്സൽ 1.8 ആണ്. അപ്പുറത്തുള്ള 26mm വൈഡ് ലെൻസാണ്. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ടെന്നാണ് കമ്പനി ഈ ഒരു ലെൻസിൽ അവകാശപ്പെടുന്നത്. ഫുൾ HD ഷൂട്ട് ചെയ്യുന്നത്. നടന്നുകൊണ്ടാണ് ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ ക്വാളിറ്റി എത്രമാത്രം ഉണ്ടെന്ന് നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. ഇപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഇതിൻ്റെ 8 മെഗാ പിക്സൽ f2.2 അൾട്രാ വൈഡ് ലെൻസിലാണ്. 60mm ലെൻസാണ് ഇതിൽ വരുന്നത്. ഫുൾ HD ഷൂട്ട് ചെയ്യുന്നത്. നടന്നുകൊണ്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്.
അപ്പോൾ V21ൻ്റെ സൂപ്പർ വൈഡ് ആംഗിൾ ലെൻസിൻ്റെ ക്വാളിറ്റി എത്രമാത്രമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഇതിന് 2 MP f2.4 മാക്രോ ക്യാമറയിലാണ്. ഫുൾ HD റെക്കോർഡ് ചെയ്യുന്നത്. ഇതിൻ്റെ ക്വാളിറ്റി എത്രമാത്രമെന്ന് നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഇതിൻ്റെ ഫ്രണ്ടിലെ സെൽഫി ക്യാമറ 44 MP f2.0 ആണ് അപ്പർച്ചർ വരുന്നത്. വൈഡ് ആംഗിൾ ലെൻസ് ആണ്. നടന്നുകൊണ്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഫ്രണ്ടിലെ സെൽഫി ക്യാമറയുടെ ക്വാളിറ്റി വരുന്നത്. ഇപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഡ്യുവൽ വ്യൂ മോഡ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനിലാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത, നമ്മളിപ്പോൾ വ്ളോഗൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലെയും ബാക്കിലെയും ക്യാമറ ഒരേ സമയത്ത് ഒരുപാട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമ്മളൊരു ബൈക്കിലൊരു പ്രൊഡക്റ്റിനെ കുറിച്ചൊരു വീഡിയോ പറയുന്നതിൻ്റെ കൂടെ തന്നെ നമ്മളെയും കൂടെ പ്രസൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് ഈ ഒരു മോഡ് സഹായിക്കുന്നതാണ്. അപ്പോൾ വ്ളോഗിങ് കൺസെപ്റ്റിലൊക്കെ ഇത്തരത്തിലുള്ള ഒരു ഓപ്ഷനോട് കൂടി തന്നെയാണ് ഈ V21 വന്നിരിക്കുന്നത്. വിവോ V21ൻ്റെ ബേസിക് ആയിട്ടുള്ള ക്യാമറ ക്വാളിറ്റിയാണ് നമ്മളിപ്പോൾ കണ്ട് മനസ്സിലാക്കിയത്. V20യിൽ നിന്ന് V21ലേക്ക് വന്നപ്പോൾ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ മെയിൻ ക്യാമറയിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. വിവോയുടെ എല്ലാ ക്യാമറ ഫോണുകളുടെയും പ്രത്യേകത എനിക്ക് എപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് അവർ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ ക്യാമറയുടെ കാര്യത്തിൽ, അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ, അവരുടെ ഡിസൈനിങ്ങിൻ്റെ കാര്യത്തിൽ തൊട്ട് താഴെയുള്ള മോഡലിൽ എന്തായിരുന്നോ ആളുകൾക്ക് കുറവായിട്ട് തോന്നിയിരുന്നത് അത് അതിൻ്റെ തൊട്ട് മോഡലിലേക്ക്, ഇപ്പോൾ V20യിൽ നിന്ന് V21ലേക്ക് വന്നപ്പോൾ എനിക്ക് ഒരു ഡിസൈൻ പാറ്റേണിലോ അല്ലെങ്കിൽ ഇതിൻ്റെ ക്യാമറ പെർഫോമൻസിലോ എന്തായിരുന്നോ കുറവായിട്ട് എൻ്റെ മനസ്സിൽ തോന്നിയത്, ആ ഒരു കാര്യം അവർ നെക്സ്റ്റ് ലെവലിലേക്ക് എത്തുമ്പോൾ അവർ മാറ്റം വരുത്താൻ തയ്യാറാകുന്നുണ്ട് എന്നുള്ളതാണ് വിവോ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഏറ്റവും വലിയൊരു സവിശേഷതയായിട്ട് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. കാര്യം V20യിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടി സ്ലിമ്മായിട്ട് നല്ലൊരു പ്രീമിയം ഡിസൈന്, അതുപോലെ തന്നെ അലുമിനിയം കേർവോട് കൂടി തന്നെ ഒരു പ്രീമിയം ഫോണിന് വേണ്ടുന്ന തരത്തിലുള്ള ഒരു സ്ലിമ്മായിട്ടുള്ള ഡിസൈന്, അതുപോലെ തന്നെ വ്യൂവിങ് എക്സ്പീരിയൻസ് ഒരു വിധത്തിലും കോംപ്രമൈസ് ചെയ്യാത്ത തരത്തിലുള്ള ഒരു വാട്ടർ ഡ്രോപ്പ് ഡിസൈനിലാണ് ഫ്രണ്ടിലെ സെൽഫി ക്യാമറയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഒരു 90 Hz റിഫ്രഷിംഗ് റേറ്റ്, അതുപോലെ തന്നെ 7nm ഒരു ചിപ്സെറ്റ് എന്ന് വേണ്ട നല്ലൊരു പെർഫോമൻസിനും, അതുപോലെ തന്നെ ഡിസൈൻ പാറ്റേണിലുമാണെങ്കിലും ബാക്ക് സൈഡിലെ ഗ്ലാസ് പാനലിലാണെങ്കിലും എന്ന് വേണ്ട, അതുപോലെ തന്നെ ഹെഡ്ഫോണിന് നമുക്ക് നിലനിർത്തിക്കൊണ്ട് തന്നെ അതിനുള്ള ഒരു ഓപ്ഷൻ തന്നെ അവർ തന്നിരിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടും നമുക്ക് എന്താണോ ആവശ്യം അതാണ് വിവോ എപ്പോഴും നമ്മുടെ കൈകളിൽ എത്തിച്ചു തരുന്നത്. ഡിലൈറ്റ് എവരി മൊമെൻ്റ് എന്ന് പറയുന്ന ഒരു ക്യാപ്ഷൻ അവർ എപ്പോഴും അത് നിലനിർത്തുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ പാറ്റേൺ തന്നെയാണ് എപ്പോഴും വിവോയുടെ എല്ലാ ഫോണിലും നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഈ ഫോണിൻ്റെ വിലഭാഗത്തെക്കുറിച്ച് പറയുമ്പോൾ 8GB റാം, അതുപോലെ തന്നെ 128GB റോം വരുന്ന വേരിയൻറ്റിന് 29,990 രൂപയാണ് സ്റ്റാർട്ടിങ് വരുന്നത്. അതുപോലെ തന്നെ 8GB റാം, അതുപോലെ തന്നെ 256GB വേരിയൻറ്റും അവൈലബിൾ ആണ്. അപ്പോൾ 2 കളർ പാറ്റേൺ അവൈലബിൾ ആണ്. അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഈ ഒരു ഡെസ്ക് ബ്ലൂ എന്ന് പറയുന്ന ഒരു കളറ് എനിക്ക് വളരെ നല്ലൊരു പ്രീമിയം ഒരു കളറായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. ഇത് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു കളർ വേരിയൻ്റാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു 5G ഫോൺ തന്നെയാണ് ഈ ഒരു V21 എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ V21നെ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഏറ്റവും തൊട്ടടുത്തുള്ള ഓക്സിജൻ ഡിജിറ്റൽ ഷോപ്പിൽ ചെല്ലുക. അവിടെ ഈ ഫോണിൻ്റെ ഡെമോ അവൈലബിൾ ആണ്. നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം V20യുടെയും V21ൻ്റെ ഡെമോ ഓക്സിജനിൽ അവൈലബിൾ ഉണ്ട്. നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക. നിങ്ങൾക്ക് ധൈര്യമായിട്ടും ഈ ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു 30,000-ന് താഴെ ഒരു 25,000-ന് മുകളിലോട്ടും നിൽക്കുന്ന ഒരു ഫോണിന് മികച്ച ഫോൺ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ ഈ ഒരു V21 റെക്കമെൻഡ് ചെയ്യും. എന്തുകൊണ്ടും നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് എപ്പോഴും വിവോയുടെ ഈ ഫോണുകൾ ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്ന പോലെ തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഷോർട്ട് വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നു. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും വീട്ടിൽ സുരക്ഷിതരായിട്ടിരിക്കുക, കൈ കഴുകുക, മാക്സിമം അകലം പാലിക്കുക. നമ്മുടെ പഴയ ജീവിതം വീണ്ടും തിരിച്ചു വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇറ്റ്സ് മീ ടിബി എൻജോയ് സൈനിങ് ഓഫ്. ബൈ.